ഈ ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ളതും പരിഹരിക്കാൻ പ്രയാസമുള്ളതുമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മറ്റൊരാളുടെ കുറ്റം. പറയാൻ എളുപ്പമാണ്, എന്നാൽ പരിഹരിക്കാനോ വളരെയേറെ പ്രയാസവുമാണ്. ഒരിക്കൽ ഒരു ശില്പി ഒരു പ്രതിമ ഉണ്ടാക്കി ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് അതിലെഴുതി വെച്ചു, ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രതിമ മുഴുവൻ കുറ്റങ്ങൾ എഴുതിയിട്ടതായി അദ്ദേഹം കണ്ടു. അതേ പ്രതിമ പിറ്റേ ദിവസം അദ്ദേഹം അവിടെ കൊണ്ടുവച്ചിട്ട് അതിലെഴുതിയിട്ടു, ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കുക. ഒരാൾ പോലും ഒന്നും അതിൽ എഴുതിയിട്ടില്ല. കാരണം എന്താണ്? നമുക്കൊരാളുടെ കുറ്റങ്ങൾ ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും, എന്നാൽ അതേ കുറ്റങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരും ആ പ്രദേശത്ത് പോലും കാണുകയില്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എത്ര നന്മ ചെയ്താലും അത് പറയാൻ ആളുകൾ കാണുകയില്ല. എന്നാൽ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരേ ഒരു തെറ്റുകൾ വന്നാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ 1000 പേര് കൂടെ ഉണ്ടാവും. എന്നാൽ ദൈവം അങ്ങനെയല്ല. 100 തെറ്റുകൾ നമ്മൾ ചെയ്താലും 101ാമത് നമ്മളിൽ നിന്ന് ഒരു നന്മയുണ്ടായാൽ ആ നന്മയെ ഓർത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കരുത് എന്നല്ല, ദൈവത്തിൻ്റെ ജീവിതത്തിൽ മുൻസ്ഥാനം കൊടുക്കുക. കാരണം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പവും പരിഹരിക്കാൻ പ്രയാസവുമാണ്. ഒരു മനുഷ്യൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം അവനിലെ നന്മകൾ കാണാനായി പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.